നാട്ടിലെ നജസുകൾ കഴുകി ഈ വിധം അവർ പല ചെയ്തിയിൽ മുഴുകി ഉലകിതിനനുഗ്രഹ നബി വന്നു പിറന്നേ ഉണരാനിമാനിൻ്റെ വഴിയവർ തുറന്നേ ഊതിനേക്കാൾ ഈ റസൂലിന് സുഗന്ധമുണ്ടേ സുഗന്ധമുണ്ടേ ഊഹിച്ചെഴുതാൻ കഴിഞ്ഞിടാത്ത അഴകുമുണ്ടേ അഴകുമുണ്ടേ അലിഫ് ലാം മീം അതിൻ്റെ പൊരുൾ പറഞ്ഞു അഷ്റഫുൽ ഖൽഖിൻ്റെ നാവിൽ അഹദുണർന്നേ. എന്തായാലും വളരെയധികം അർത്ഥവത്തായ വരികളാണ്. ഇനി വേറൊരു കാര്യം, എല്ലാവർക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് കുക്കിങ്ങിന്റെ കാര്യത്തിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സുലൈമാനി വിത്ത് പിസ്ത, ഇതിപ്പോ വിറ്റ് പിസ്ത എന്ന് പറയുന്നത് പള്ള നിറച്ചും തിന്നാണ് തുടങ്ങിയ നേരം. കാരണം എന്താ വെച്ചാല് നമ്മള് ഇത് കാണുന്ന ബോറടിപ്പിക്കരുത്. ഏതായാലും പാചകത്തെ പറ്റി ചോദിക്കാം. ഞാൻ കുറെ നേരം അത് നോട്ട് ചെയ്യുന്നു, ചായ ഒഴിക്കുന്നു, അത് കഴിക്കുന്നു. അല്ല എന്താ വെച്ചാല് നമ്മള് വെറുതെ ഇരിക്കാൻ തോന്നരുത്. അപ്പൊ പിസ്തയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പാചകത്തിന്റെ കാര്യം ചോദിച്ചില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അത് ചോദിക്കുമ്പോ ഞാൻ ആദ്യം ജാമ്യം ഞാൻ പറയും ആ സെക്ഷൻ ആയിട്ട് സ്റ്റൗ കത്തിച്ചിട്ടെങ്കിലും ഭയങ്കര പേടിയാ സത്യം പറയാം. ഞാന് അത്യാവശ്യം പാചകം ചെയ്യായിരുന്നു. കാരണം ഞാൻ കുറച്ച് ചോറ് വെച്ചാൽ കഞ്ഞിയാവും അങ്ങനെയല്ല. ഞാനൊരു 8 മാസത്തോളം ഗുജറാത്തിലെ ഒരു ഹോട്ടലിൽ പണിയെടുത്തിരുന്നു. പടച്ചോനെ ആരെയും പണ്ടി പ്രശ്നമില്ല. കാരണം ഇവിടുത്തെ അവിടെ അവിടുത്തെ സ്പെഷ്യൽ എന്തായിരുന്നു? നീ ഏത് വർഷത്തിലാ? അല്ലല്ല, ഗുജറാത്തിലുണ്ടായിരുന്ന ഏത് വർഷത്തിലാ? വർഷം എന്താ പറയാ, ഭൂമിയിലേക്ക് ഉണ്ടാവണം എന്റെ മുന്നേ. ഞാൻ പോകുന്ന സമയത്ത് നീ ചോറ് വെച്ചതിന്റെ പിറ്റേന്ന് അങ്ങനെ ദമൻ എന്ന് പറയുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് മുട്ട. എത്ര ഇത് പരിചയപ്പെട്ട കാലം തൊട്ട് ഗുജറാത്ത് ഇനി മാറ്റി പിടിക്കും സലീം. എന്താ പറയാ ഉള്ളത് പറയാ, ഇവര് സമ്മതിക്കില്ല. ഞാൻ പറയുമ്പത്തിന് ഇവര് തുടങ്ങി. കേരളത്തില് പെരുമ്പടപ്പിന്റെ അടുത്ത് ഉള്ള അല്ലെ, പുത്തമ്പള്ളിയുടെ അടുത്തുള്ള സലീം കോടത്തൂര് എന്താണ് വെക്കുന്നത്? സാധാരണ എന്ത് ഫുഡ് ആയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്? ബിരിയാണി ഒന്നും വെക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, ചെറുതായിട്ട് നല്ല താല്പര്യം ഉണ്ടാക്കും, നല്ല അയിലക്കറി ഉണ്ടാക്കും, നല്ല മത്തിക്കറി ഉണ്ടാക്കും, ഇതൊക്കെ നല്ല 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 ചിക്കൻ കറി ഉണ്ടാക്കും. നല്ല കഴിക്കുന്ന ആളുകൾ. ഇപ്പൊ ഞങ്ങള് ഗൾഫിലുള്ള സമയത്ത് തന്നെ ഞാൻ റൂമിൽ പോയ ഇവിടെ മനാഫ്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അവര് റൂമിൽ പോയ അന്നത്തെ ദിവസത്തെ എല്ലാ സത്യം. കാരണം ഞാൻ ശരിക്കും വേളയിൽ നമുക്ക് ഞാനിപ്പോ കഴിഞ്ഞ വർഷമൊക്കെ വെച്ചു മത്തിക്കറി പാകം ചെയ്തിനാ മനാഫ്കയുടെ റൂമില്. ആ ശരിയാ, അന്ന് ഞാൻ 2 ദിവസം വയറ്റുന്ന പോയിട്ട് താജുക്ക പാചകം ചെയ്യില്ലെങ്കിലും ഞാനൊന്നും അങ്ങോട്ട് പറയാം, പാചകം ചെയ്യില്ലെങ്കിലും എല്ലാ മിക്ക ന്യൂ ഇയറിനും ഞങ്ങൾ ഗൾഫിലാവാറുണ്ട്. പെരുന്നാളിനും ഗൾഫിൽ തന്നെ ആവാറുണ്ട്. കളിച്ചു കൊടുക്കും. നല്ലൊരു ദിവസമാണ്. എല്ലാവരും കളവ് പറഞ്ഞാല് ആധാർ എഴുതുന്ന പോലെ മലക്ക് എഴുതുക. അല്ല താജിക്ക, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഞാൻ ഒന്ന് മുഴുവൻ ആക്കട്ടെ. പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ, നമ്മളെ ഒരുപാട് ഫുഡ് ഡെയിലി കഴിക്കുമ്പോഴേ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വയർ ക്ലിയർ ചെയ്യുന്നത് നല്ലതാ. അങ്ങനെ വേണമെന്നുള്ളവർ സലീം ഖാനെ സമീപിച്ചു കഴിഞ്ഞാൽ വേഗം നടക്കും. ഒരു കാര്യം പറയണേ, ഈ 2 എണ്ണത്തിനും ഗൾഫിലുള്ളപ്പോ ഞങ്ങള് റൂമിൽ നിന്ന് കട്ടൻ ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, കാപ്പി ആണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം, വെള്ളം ചൂടാക്കണം. ഷാഫിക്ക് അല്ലാതെ അറിയാൻ പറ്റുമോ? ഷാഫി കളവധികം പറയില്ല, അതുകൊണ്ട് ഷാഫി സത്യാവസ്ഥ. ഇവന്റെ കാര്യം പറഞ്ഞുതരാം. ഞങ്ങളൊക്കെ ഗൾഫിൽ പോയി കഴിഞ്ഞാല് സത്യം പറയാം, സ്നേഹപൂർവ്വം പല ആൾക്കാർക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരും. ഇതിന് ഞങ്ങൾ കൊട്ട എന്ന് പറയും, ചങ്ങാതിമാരെ തരുന്നതിന് കൃഷി എന്നും പറയും. ഈ കഴിഞ്ഞ കൊല്ലത്തെ 3 കൊല്ലത്തെ കർഷകശ്രീ അവാർഡ് കിട്ടിയ ആളായത്. എന്താ കാരണം എന്താ അറിയോ, എനിക്ക് ആരെങ്കിലും വാങ്ങി തരുന്നുണ്ടാവുക കമ്പിളി പുതപ്പ്, അതൊക്കെ കാണാൻ മാത്രം. മൊബൈല്, ലാപ്ടോപ്പ്. കഴിഞ്ഞ കേര കർഷക അവാർഡ് 3 കൊടുത്തത് ഞങ്ങള് ഗൾഫിലത്തെ.
അല്ല അത് സ്നേഹപൂർവ്വം. കാരണം ഇപ്പൊ താജുക്ക് ഗൾഫിലെത്തിയറ കംപ്ലീറ്റ് ആൾക്കാർ മൊബൈൽ ഓഫ് ചെയ്തു. ഇനി അവാർഡ് കൊടുക്കേണ്ടി വന്നാലെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അല്ല ഷാഫിക്ക, നേരത്തെ ഞാൻ അവിടെ ചോദിച്ചു ബിരിയാണി. അപ്പൊ ബിരിയാണി അല്ലാത്ത ഗുജറാത്തിലെ 1947 മുമ്പുള്ള ഒരു കഥ പറഞ്ഞു. ഇപ്പം തലശ്ശേരി ബിരിയാണി അല്ലെങ്കിൽ കോഴിക്കോടൻ ബിരിയാണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്താ പറയാ ഒരു സൽക്കാരത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവിടുത്തെ രുചിഭേദങ്ങളെല്ലാം തന്നെ ഇതിലെന്തെങ്കിലും കഴിക്കുന്നതല്ലാതെ അത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവോ? ഞാൻ ഒരു പാചകക്കാരന്റെ മോനാണ്. അതുകൊണ്ട് എൻ്റെ തൊഴിലും അതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഇന്റർവ്യൂ ചെയ്തപ്പം ഉപ്പാനെ കുറിച്ച് കുറച്ച് പറഞ്ഞങ്ങ് പോയി എന്നല്ലാണ്ട് വിശദീകരിച്ച് പറഞ്ഞില്ല. ഇപ്പൊ വിശദീകരിക്കല്ല, ഉപ്പ പഠിപ്പിച്ചു തന്ന എല്ലാ പാചകവും ബിരിയാണി അടക്കമുള്ള എല്ലാം ഞങ്ങൾ 4 മക്കളും എൻ്റെ ഉമ്മയുടെ 4 മക്കളും അസലായിട്ട് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് എൻ്റെ വൈഫിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ അടുക്കളയിൽ ഉണ്ടായാലും സാധിക്കും. എസ്കേപ്പ് ആവും. അപ്പൊ അങ്ങനെ അത് എസ്കേപ്പ് അല്ല, അതൊരു സന്തോഷം. പിന്നെ അല്ലേ? തീർച്ചയായും എന്തായാലും ഭർത്താവ് മഹാഭാഗ്യമില്ല. അല്ല അത് വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ. അത് കാത്ത എത്രയോ തരുണിമണികൾ ഇപ്പോഴും ക്യൂ നിക്കാണ്. നേരാ അതെ അതെ, ക്യൂവില് സംഘടിതമായിട്ട് പോരാടിയിട്ട് എന്തോ പരിക്ക് പറ്റിയെന്ന് പേപ്പർ. അവര് തമ്മിൽ അടിയായിരിക്കും, അതുകൊണ്ട് എന്റെ അടുത്ത് എത്തിപ്പെടില്ല. പാസ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാരും പിന്മാറും. വയസ്സ് പറയുന്നതിന് എനിക്ക് ഞാൻ പറയാം. എന്റെ വയസ്സ് സത്യം പറയാം 40 വയസ്സ് കഴിഞ്ഞു. കഴിഞ്ഞ മെയ് 16-ന് 40 വയസ്സ് കഴിഞ്ഞു. ഞാൻ എന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യം? വയസ്സൊക്കെ അല്ലേ. നമ്മളെ പുതിയൊരു വീട് എടുക്കൂലേ, അപ്പൊ ആദ്യം ചുമര ഉണ്ടാവുക, അതിന്റെ മേലെ സിമെന്റ് കെട്ടി നമ്മൾ തേപ്പൊക്കെ ആയിട്ടാ പെയിന്റ് അടിക്കുക. ഒരു പരിപാടിക്ക് 3 മണിക്കൂറാണ് മേക്കപ്പ് ചെയ്യാൻ. എന്തിനാടാ ഇതിന്റെ ആവശ്യം? നമ്മൾ പെണ്ണുങ്ങളൊന്നുമല്ല, ഭയങ്കര മേക്കപ്പ് ആണ്. ഇങ്ങനെ ഇവിടെ വരച്ചു കഴിഞ്ഞാലേ ഉണ്ടല്ലോ ഇവിടെ ഒരു കല വരും. ഇപ്പൊ തന്നെ ഇവിടെ എത്ര മണിക്കൂറത്തെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാന് എന്റെ കൈയ്യേറ്റ് ഇത് മേക്കപ്പ് വെട്ടിയെടുക്കണ മൺപെട്ടിയൊക്കെ വെട്ടിയത്. അല്ല ഇതിനെന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് അടുത്തുണ്ടാവും. അത് ചെയ്യാവുന്ന അതിന് റീടേക്ക് എടുക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു എനിക്ക്. അത് ഭയങ്കര പെർഫെക്റ്റ്. ഇയാളെ പെരുന്നാൾ ആഘോഷവും ഒക്കെ എങ്ങനെ? ഞാൻ ഇങ്ങനെ നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തായാലും പള്ളിയിലേക്ക് പോകുന്ന ആണുങ്ങളുണ്ടല്ലോ, അവര് തിരിച്ചു വരുമ്പോഴേക്കും അടുക്കളയിൽ ഇങ്ങനെ കറങ്ങി നടന്ന് ഞാൻ വിചാരിച്ച അവര് തിരിച്ചു വരുമ്പോഴേക്കും കാമുകന്മാരെല്ലാം കണ്ട് എല്ലാവരോടും ഈദ് മുബാറക്കൊക്കെ അതല്ല ഈദ് മുബാറക്കൊക്കെ പറയും. കുറെ ഫോൺ കൂട്ട് താജിക്കൊക്കെ അറിയാം. താജിക്ക പറഞ്ഞിട്ടുണ്ട് പണ്ട്. താജുക്കൊക്കെ അറിയുന്ന കുട്ടിയാണ്, പിന്നെ നോക്കാനില്ല, നമുക്ക് വിശ്വാസം ഒന്നും പറയാനില്ല. അല്ല എന്നാലും എങ്ങനെയായിരുന്നേ വീട്ടിൽ നിന്ന് പോയി പള്ളിയിൽ പോകുന്ന എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കുക, ഫുഡ് കൊണ്ടുവരും. മെയിൻ ആയിട്ട് ക്ലീനിങ്, ഫുഡ് ഉണ്ടാക്കുക. നോമ്പ് പക്ഷെ വേറെ കാര്യമുണ്ട്. നീ നേരത്തെ വെറുതെ പറഞ്ഞാണോ അല്ലേ എന്ന് ഞാനറിയില്ല. എന്തായാലും ഈ പെരുന്നാൾ ഇന്നത്തെ ഈ ദിവസത്തിന്റെ മുമ്പ് 30 ദിവസങ്ങളുണ്ടല്ലോ, അത് എൻ്റെ അഭിപ്രായത്തില് കേരളത്തിൽ നമ്മുടെ മലബാർ തന്നെ ആയിരിക്കും അല്ലേ ഭക്ഷണം വിഭവങ്ങളുടെ കാര്യത്തിൽ. സത്യം, കാരണം ഇവന്റെ നാട്ടില് നോമ്പ് തുറക്ക് പോയി. അപ്പോ ആദ്യം കാരക്കയും നല്ല കാര്യമാണ്. പക്ഷെ ഒറ്റ പ്രാവശ്യം തന്നെ എല്ലാ വിഭവങ്ങളും കൊണ്ടുപോയി. ഞങ്ങളത് ഇഫ്താർ എന്നൊക്കെ പറഞ്ഞ പരിപാടി, അതിന് ഇഫ്താർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ, പിന്നെ നമസ്കാരം കഴിഞ്ഞ് ഒരു ചെറിയ പലഹാരങ്ങളൊക്കെ കഴിച്ച്, അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കഞ്ഞി, ഈ ജീരകത്തിന്റെ കഞ്ഞി, അതിൻ്റെ ഇടയ്ക്ക് ഇസ്ലാമികപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. മറ്റു മതസ്ഥരെ, അതായത് നമ്മുടെ പരിസരത്തുള്ള എന്താണ് നോമ്പ്, എന്താണ് നോമ്പിൻ്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മളെ പരിസരത്തുള്ള മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ അയൽവാസികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വിളിക്കുക, അവർക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ മഹത്വം എന്താണെന്നുള്ള പറഞ്ഞു കൊടുക്കുക, ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ. എന്നിട്ട് ലാസ്റ്റ് ഇവരൊക്കെ വയറൊക്കെ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ചോറ്, ചപ്പാത്തി ഇതൊക്കെ കൊണ്ട് എൻ്റെ അമ്മോ ഇതെന്തിനായി. അതായത് അപ്പോൾ അവരോട് പറഞ്ഞ് ഈ സംഗതി എന്താണെന്ന് വെച്ചാൽ പകല് വ്രതം എടുത്തിട്ട് തിന്നാത്തത് കൊണ്ട് കുറേ ഭക്ഷിക്കുന്നതൊന്നുമല്ല. ഈ സമയങ്ങൾ വെറുതെ ഈ നമ്മുടെ ഇഷാ നമസ്കാരത്തിന് ശേഷം തറാവി എന്ന് പറയുന്ന നമസ്കാരമുണ്ട്, അതിന് പോകുന്നതിന് മുമ്പ് വരെ സത്യത്തിൽ പല വെറുതെ ഈ മുസ്ലിംസിന് മാത്രം ഉള്ളതൊന്നല്ല ഈ നോമ്പും അതിന്റെ ആഘോഷം എന്നൊക്കെ. പക്ഷെ ഇവന്റെ നാട്ടിൽ പോയപ്പോ ഒറ്റയടിക്ക് സത്യം പറയാം, അന്ന് ഇവന്റെ വീട്ടിൽ പോയ സമയത്ത് എല്ലാം ഒരു സമയത്താണ്. അത് നാട്ടിന്റെ പ്രത്യേകതകളായിരിക്കാം. അല്ല എന്റെ നാട്ടില് എന്താന്ന് വെച്ചാല് മരുവ് ബാങ്ക് കൊടുത്ത വെള്ളം ഇതും കുടിച്ച് ഫ്രൂട്ട്സും പിന്നെ പൊരികടികളുടെ അതൊക്കെ കഴിച്ച് പള്ളിയിൽ പോയി വന്ന് പിന്നെ ചായ കുടിക്കുന്നു, പിന്നെ തറാവിന് പോയി വന്ന് കഞ്ഞി എന്തെങ്കിലും കുടിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് വേറെ സംഭവമുണ്ട്. ഞങ്ങൾ പോകുന്ന ഗൾഫിൽ വരുന്ന സമയത്ത്
ഇപ്പൊ ഷാഫിക്കാടെ വീട്ടിൽ താജിക്കാടെ വീട്ടിൽ എല്ലാ പലഹാരങ്ങളും കൊണ്ടുവരും ഞങ്ങൾക്ക് നോമ്പർക്കുള്ള എയർപോർട്ടിൽ നിന്നാണ് നോമ്പറ. വളരെ സംഭവം ആ കാര്യത്തിൽ ഇവരെ ഞാൻ വടകരയിലൊക്കെ പോകുമ്പോ ഇവരെ വീട്ടിൽ പോകുന്നത് മെയിനായിട്ട് ഈ പലഹാരങ്ങൾ. കൊല്ലങ്ങളായിട്ട് റെജില ഉണ്ടാക്കുന്ന ഫുഡ് ഈ 29ാമത്തെ 28ാമത്തെ നോമ്പിന് ഉറപ്പാ തുറക്കുന്നേരം എയർപോർട്ടിൽ നിന്ന് കഴിക്കലുണ്ട്. 2 നല്ലോണം ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവരും പലതും.